الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا. اتقوا الله عباد الله. ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കൽവറിയുന്ന, നമ്മുടെ മനസ്സറിയുന്ന, നാളെ നമ്മെ വിചാരണ ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവം വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, പരിശുദ്ധമായ റമദാനിന്റെ ദിനരാത്രങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇതുവരെ നിർവഹിച്ച നമ്മുടെ നോമ്പും നമ്മുടെ പരിശുദ്ധ ഖുർആൻ പാരായണങ്ങളും നമ്മുടെ തറാവീഹ് നമസ്കാരങ്ങളും സ്വതക്കകളുമെല്ലാം നല്ല ഒരു അമലായി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം മാനവരക്ഷയ്ക്ക് വേണ്ടി മനുഷ്യരെ നേരായ ചൊവ്വായ മാർഗത്തിലേക്ക് കൊണ്ടുപോകുവാനായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്നുള്ളത്. പരിശുദ്ധ ഖുർആൻ എന്നുള്ളത് എല്ലാറ്റിനും ഒരു മെഡിസിനാണ്. എന്ന് പറഞ്ഞാൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും
നൊമ്പരങ്ങളും വേവലാതികളും ഒക്കെ തങ്ങി നിൽക്കുന്ന ഹൃദയത്തിന് ഒരു ആശ്വാസമാണ് പരിശുദ്ധ ഖുർആൻ. വിശ്വാസികളെ, ഖുർആനിനാൽ സ്വാധീനിക്കപ്പെട്ട് ജീവിതത്തിൽ അവർണ്ണനീയമായ മാറ്റങ്ങൾക്ക് വിധേയരായ ഒരുപാട് മഹൽ വ്യക്തിത്വങ്ങൾ ചരിത്രങ്ങളിൽ അറിയപ്പെട്ടിട്ടുണ്ട്. മക്കയിലെ മലമടക്കുകളിൽ വീരപുരുഷനായി ആര് കണ്ടാലും പേടിച്ചു പോകുന്ന, ആർക്കും പേടി തോന്നുന്ന മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ മാറ്റിയത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയ്ക്കൊപ്പം പരിശുദ്ധ ഖുർആനായിരുന്നു. അതുപോലെ തന്നെ അന്യ സ്ത്രീകളുമായി വ്യഭിചാരം നിലനിർത്തിയിരുന്ന ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന വ്യക്തിയെ ജീവിതത്തിലേക്ക്, യഥാർത്ഥ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ഹദീദിലെ ചില വചനങ്ങളാണ്. ഇങ്ങനെ ഓരോരോ ചരിത്രങ്ങളും പ്രിയപ്പെട്ടവരെ പാഠങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവതീർണമാക്കിയ ഈ പരിശുദ്ധ ഖുർആനിനെ എത്രത്തോളം എൻ്റെ നെഞ്ചിലേക്ക് ഏറ്റാൻ, എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധ്യമായിട്ടുണ്ട് എന്നുള്ളത്. വിശ്വാസികളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സ്വഹാബത്ത് അവർ പരിശുദ്ധ ഖുർആനിനോടുള്ള സമീപനം വളരെ മുൻപന്തിയിലായിരുന്നു എന്നുള്ളത്. 7 ദിവസങ്ങൾ കൊണ്ടും 10 ദിവസങ്ങൾ കൊണ്ടും ഒക്കെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു തീർക്കുന്ന സ്വഹാബ കിറാമുകൾ. അതുകൊണ്ട് ഈ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം നടുങ്ങണം, നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരണം, അള്ളാഹിനെ കുറിച്ചിട്ടുള്ള പേടി നമുക്കുണ്ടാകണം. പരിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ആ കണ്ണുനീര് നമ്മുടെ കണ്ണിൽ നിന്ന് പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ വരുന്നുണ്ട് എങ്കിൽ ആ പരിശുദ്ധ ഖുർആനുമായി കൊണ്ട് നമ്മുടെ ബന്ധം അത്രക്കും വലുതാണ് എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞതുപോലെ ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. ഈ പരിശുദ്ധ ഖുർആൻ നാം ഒരു പർവ്വതത്തിന്മേൽ അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ അത് വിനീതമാകുന്നതും റബ്ബിനെ പറ്റിയുള്ള ഭയത്താൽ അത് പൊട്ടിപ്പിളരുന്നതും നിനക്ക് കാണാമായിരുന്നു. നോക്കൂ നിങ്ങൾ, അല്ലാഹു പറയാണ്, ആ ഉദാഹരണം നാം ജനങ്ങൾക്ക് വേണ്ടി വിവരിക്കുന്നു. എന്തിനു വേണ്ടി? ലഅല്ലകും യതഫക്കറൂൻ. അവർ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്, അവർ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതാണ് നിർജീവമായ വസ്തുക്കളുടെ അവസ്ഥയെങ്കിൽ മനുഷ്യരായ നമ്മുടെ അവസ്ഥ എത്രത്തോളം ഉണ്ടായിരിക്കും നമ്മൾ ഗൗരവത്തോടുകൂടി കാണുക. അതിനാൽ ആ മാർഗദർശനമായ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ നയനങ്ങൾ നിറയണം. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ബദഅ ലിഅബീ ബക്കർ ഫബനാ മസ്ജിദൻ ബിഫിനാഇ ദാരിഹി വകാന യുസല്ലി ഫീഹി വയഖറഉൽ ഖുർആൻ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ വീടിന്റെ മുറ്റത്ത് ഒരു ചെറിയ പള്ളി നിർമ്മിച്ചു. ജനങ്ങളിൽ നിന്ന് അകന്നു നിന്ന്. എന്തിനു വേണ്ടി? വകാന യുസല്ലി ഫീഹി വയഖറഉൽ ഖുർആൻ. അവിടെ നമസ്കരിക്കുവാനും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുവാനും. പ്രിയപ്പെട്ടവരെ, ഇന്നിപ്പോ ഏകദേശം 5-6 നോമ്പിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എങ്കിൽ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കുക, പരിശുദ്ധ ഖുർആനിന്റെ എത്ര വചനങ്ങൾ നമ്മൾ പാരായണം ചെയ്തു, പരിശുദ്ധ ഖുർആനിലെ എത്ര വചനങ്ങൾ നമ്മൾ മനഃപ്പാഠമാക്കി. പരിശുദ്ധ ഖുർആനിന്റെ സുന്ദരമായ വചനങ്ങൾ ഇമാം ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലെ ആ ഖുർആനിനോട് ഇഷ്ടം നമുക്ക് തോന്നിയോ?
അതോ ഈ നമസ്കാരം ഒന്ന് കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്നാണോ നമ്മുടെ ഹൃദയത്തിൽ തോന്നിയത്? പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥതയോടുകൂടി ചിന്തിക്കണം. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. ആ സന്ദർഭത്തിൽ എന്താണ്? ഫയഖ്ഫു അലൈഹി നിസാഉൽ മുശ്രികീന വഅബ്നാഹും യഅജബൂന മിൻഹു വയൻദുറൂന ഇലൈഹി. ആ സമയം മുശ്രിക്കുകളായ സ്ത്രീകളും കുട്ടികളും ഒക്കെ വളരെ അത്ഭുതത്തോടുകൂടി അതിങ്ങനെ നോക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ പാരായണം ചെയ്യുന്നത് വകാന അബൂബക്കർ റജുലൻ ബക്കാഅൻ ലാ യംലികു ഐനൈഹി ഇദാ ഖറഅൽ ഖുർആൻ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ എത്ര വർഷമാണ് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തത്? എത്ര നേരമാണ് നമ്മൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാറുള്ളത്? നമ്മുടെ കണ്ണിൽ നിന്നൊരു കണ്ണുനീര് വന്നിട്ടുണ്ടോ? ആത്മാർത്ഥമായ ഒരു ബന്ധം പരിശുദ്ധ ഖുർആനിനോട് നമുക്കുണ്ടായിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ലോകത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വാർത്തകളും, ഓരോ പ്രഭാതമാകുമ്പോഴും ഇന്ന് വാർത്താ മാധ്യമങ്ങൾ കേൾക്കാൻ നമുക്ക് പേടിയാണ്. കാരണം ഇന്നെന്താ പ്രശ്നം എന്നുള്ളതാവും നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത, അല്ലേ? എത്രയെത്ര മാരകമായ അപകട വാർത്തകളും കൊലപാതകങ്ങളുടെ വാർത്തകളുമാണ് ചെറിയ ചെറിയ യുവാക്കളിൽ നിന്നും യുവതികളിൽ നിന്നും നമ്മൾ കേട്ടത്. ലഹരി ഉപയോഗം കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിൽ അത് സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. എന്താണ് ഇതിനൊരു പരിഹാരം? എന്താണ് ഇതിന് പരിഹാരം? അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന് മുഴുവൻ ഇറക്കിയ, അന്ത്യനാൾ വരെ ഈ ഭൂലോകത്ത് ജനിച്ചു വീഴുന്ന ഓരോരുത്തർക്കും മാർഗദർശനമായി ഇറക്കിയ പരിശുദ്ധ ഖുർആൻ പഠിക്കുക എന്നുള്ളത് മാത്രമാണ്. പരിശുദ്ധ ഖുർആൻ പഠിക്കുക എന്നുള്ളത് മാത്രമാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത്, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറാ. എത്ര സുന്ദരമായ വചനമാണ് പ്രിയപ്പെട്ടവരെ. തീർച്ചയായും ഈ പരിശുദ്ധ ഖുർആൻ നിങ്ങളെ ഏറ്റവും നേരായ ചൊവ്വായ മാർഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ഗ്രന്ഥമാണ്. ഏതൊക്കെ നന്മകളുണ്ടോ ആ നന്മയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ലോകത്ത് ഒരേ ഒരു ഗ്രന്ഥമാണ് പ്രിയപ്പെട്ടവരെ ഉള്ളത്, പരിശുദ്ധ ഖുർആനാണ്. മാത്രമല്ല വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറാ. സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിശ്വാസികൾക്ക് അത് സന്തോഷ വാർത്തയും അതുപോലെ തന്നെ വമ്പിച്ച പ്രതിഫലവും അത് അറിയിക്കുന്നുണ്ട്. ആ പരിശുദ്ധ ഖുർആനാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്. അതിന്റെ ഒരു പ്രത്യേകതയും ഫضലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകണം. അതുകൊണ്ട് ഈ ഒരു പരിശുദ്ധമായ റമദാനിൽ നമ്മൾ ആത്മാർത്ഥതയോട്, കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിച്ച വിഷയമാണ്, ഞാൻ എന്ത് വന്നാലും, എത്ര ശാരീരികമായ പ്രയാസങ്ങൾ എന്നെ അലട്ടിയാലും പരിശുദ്ധ ഖുർആൻ ഒരു തവണയെങ്കിലും ഞാൻ ആദ്യം മുതൽ അവസാനം വരെ തീർക്കുമെന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ പ്രിയപ്പെട്ടവരെ നമ്മൾ എടുക്കേണ്ടതുണ്ട്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അനാവശ്യ കാര്യങ്ങളിൽ സമയം ചെലവഴിച്ചു കൊണ്ടുപോകുന്ന ആളുകൾ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, സമയം അല്ലാഹു നൽകുന്ന വലിയ ഒരു നിഅമത്താണ്, വലിയൊരു അനുഗ്രഹമാണ്. ഇപ്പൊ പ്രഭാതം മുതൽ ഈ കഴിഞ്ഞ സമയം വരെ ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് വരാനില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള സമയം എത്രത്തോളം നമുക്ക് കിട്ടുമെന്ന് പറയാൻ നമുക്കാർക്കും സാധ്യമല്ല. വിശ്വാസികളെ എപ്പോഴും ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് ഹറാമിന്റെ മേഖലകളിൽ ആസ്വദിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കിക്കൊള്ളുക, നാളെ പരലോകത്ത് പടച്ച റബ്ബിന്റെ ശിക്ഷ വരാനിരിക്കുന്നുണ്ട്. അല്ല പറയാണ്, വമൻ അഅറദ അൻ ദിക്രി
فإن له معيشة ضنكا. എന്നെ ഓർക്കുന്നതിൽ നിന്ന്, എന്നെ സ്മരിക്കുന്നതിൽ നിന്ന് ആരൊക്കെ വ്യതിചലിച്ചു പോയോ അവർക്ക് വളരെ കുടുസായ ജീവിതമാണ്, അവർക്ക് വളരെ കുടുങ്ങിയ ജീവിതമാണ്. فإن له معيشة ضنكا ونحشره يوم القيامة أعمى. അവൻ നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പുനർജീവിപ്പിക്കുന്നത് അന്ധനായി കൊണ്ടുള്ള നിലയിലാണ്, കണ്ണ് കാണാത്തവനായി കൊണ്ടുള്ള നിലയിലാണ്. ഈ മനുഷ്യൻ നാളെ പരലോകത്ത് വന്ന് റബ്ബിനോട് പറഞ്ഞു പോകുമെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, പടച്ചോനെ, ഞാനേറെ കാഴ്ചയുള്ള വ്യക്തിയായിരുന്നല്ലോ, എനിക്കെല്ലാം കാണാമായിരുന്നല്ലോ റബ്ബേ, ഇതെന്താണിപ്പോൾ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് ചോദിക്കുന്നു, നമ്മുടെ ആയത്തുകൾ വന്നെത്തിയപ്പോൾ നീ അതിനെ മറന്നു കളഞ്ഞവനാണ്. അള്ളാന്റെ ഓരോ ദൃഷ്ടാന്തങ്ങള് കേൾക്കുമ്പോഴും പഠിക്കുമ്പോഴും പറഞ്ഞു തരുമ്പോഴും അതൊന്നും ഇപ്പൊ ഞാൻ ചെയ്യണില്ല, അതൊക്കെ വേണ്ടവര് ചെയ്തോട്ടെ, അതൊന്നും എന്നെ കൊണ്ട് കഴിയില്ല എന്ന രൂപത്തിൽ മാറിയ ആളുകൾ നാളെ വിലപിക്കുന്ന സന്ദർഭമാണ് പരലോകം എന്നുള്ളത്. വിശ്വാസികളെ, അതുകൊണ്ട് പരിശുദ്ധ ഖുർആനുമായി കൊണ്ടുള്ള ഒരു ബന്ധം നമുക്കുണ്ടാകണം, അഭേദ്യമായ ഒരു ബന്ധം നമുക്കുണ്ടാകണം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, നമുക്ക് സ്വന്തമായി ഒരു മൊബൈൽ ഫോൺ ഉണ്ട്, നമുക്ക് സ്വന്തമായി ഒരു വാഹനമുണ്ട്, സ്വന്തമായി ഒരു റൂമുണ്ട് കിടന്നുറങ്ങാൻ, നമുക്ക് സ്വന്തമായി പാരായണം ചെയ്യാൻ ഒരു പരിശുദ്ധ ഖുർആനുണ്ടോ? ഇതെന്റെ ഖുർആനാണെന്ന് പറയാൻ നമുക്കൊരു ഖുർആനുണ്ടോ? നമ്മുടെ വീട്ടിലൊക്കെ അതുപോലെ തന്നെ മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ വളരെ സുന്ദരമായ നല്ല രീതിയിൽ അതിങ്ങനെ അടക്കി വെച്ചിട്ടുണ്ടാകും പരിശുദ്ധ ഖുർആൻ. ഒരു കേടുപാടും സംഭവിച്ചിട്ടുണ്ടാവില്ല. എന്താ കാരണം? അത് ആരും ഇതുവരെ എടുത്ത് ഓതിയിട്ടില്ല, അതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്വന്തമായി ഒരു ഖുർആൻ ഉണ്ടാകണം, നമുക്ക് കൃത്യമായ ഒരു ടൈം ടേബിൾ ഉണ്ടാകണം. ഏതൊക്കെ സമയത്ത് ഏതൊക്കെ സന്ദർഭത്തിൽ പാരായണം ചെയ്യാം എന്നുള്ള ആ രൂപത്തിലുള്ള ഒരു മുന്നോട്ടുള്ള ഒരു തയ്യാറെടുപ്പ് നമുക്ക് ഉണ്ടാകണം. കാരണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ജീവിതത്തിൽ പരിശുദ്ധ ഖുർആനുമായി കൊണ്ട് വലിയ ബന്ധമായിരുന്നു എന്നുള്ളതാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ കരയുമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. എന്താ കാരണം? അതിന്റെ വചനങ്ങൾ ഓർത്തുകൊണ്ടാണ്, അതിന്റെ വചനങ്ങൾ ആലോചിച്ചുകൊണ്ടാണ്, അതിന്റെ അർത്ഥം ആലോചിച്ചുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ആ പരിശുദ്ധ ഖുർആനിന്റെ വചനം കൃത്യമായി കൊണ്ട് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരും. അത് അതിന്റെ പ്രത്യേകതയാണ്. ഓക്കെ, നിങ്ങള് മഹദിയായ നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ ഒരു വിവാഹം കഴിഞ്ഞ സഹോദരിയെ കാണാൻ വേണ്ടി പുറപ്പെടുകയാണ്. ഹൗല എന്നാണ് അവരുടെ പേര്. ആ സന്ദർഭത്തിൽ ഹൗലയെ പോയി കണ്ട് സന്തോഷ വർത്തമാനങ്ങൾ അറിയിക്കുമ്പോൾ മഹദിയായ നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഹൗല, നിന്റെ ശരീരത്തിലോ നിന്റെ മുഖത്തോ ഒരു സന്തോഷം ഞാൻ കാണുന്നില്ലല്ലോ, അഥവാ ഒരു പുതുമണവാട്ടിയുടെ ലക്ഷണമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലല്ലോ. ആ സന്ദർഭത്തിൽ ഹൗല റളിയല്ലാഹു അൻഹ പറയുകയാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒരുങ്ങി നിൽക്കേണ്ടത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ തയ്യാറായി നിൽക്കേണ്ടത്? എന്റെ ഭർത്താവ് ഉസ്മാൻ ഇബ്നു മഅ്ഊനിന് എന്നെ ആവശ്യമില്ല. എല്ലാ സമയത്തും നമസ്കാരത്തിലാണ്, എല്ലാ സമയങ്ങളിലും നോമ്പുകാരനാണ്, ദിക്റുകളിലാണ്. എന്നെ ഒന്ന് സന്തോഷിപ്പിക്കുവാനോ എന്റെ കാര്യങ്ങൾ ഒന്ന് ചോദിച്ചറിയുവാനോ അദ്ദേഹത്തിന് സമയമില്ല. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഈ സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് കൊണ്ടുപോയി വിവരിച്ചു കൊടുക്കുകയാണ്. പ്രവാചകൻ മുത്തു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഉസ്മാൻ ഇബ്നു മഅ്ഊനോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഉസ്മാനെ, എന്നെ കുറിച്ച് ഇന്ന പരാതികളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ, അത് ശരിയാണോ? ഇന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, അത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ ഒരു കുട്ടിയെ പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മഹാനായ ഉസ്മാൻ ഇബ്നു മഅ്ഊൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബിയേ, സൂറത്തുൽ വാഖിയ അവതീർണമായതിന്റെ ശേഷം
എനിക്കൊന്ന് സമാധാനത്തോടുകൂടി ഉറങ്ങാൻ കഴിയുന്നില്ല, എനിക്ക് കൃത്യമായി കൊണ്ടുവന്ന് നടക്കാൻ കഴിയുന്നില്ല, സാഹസിക്കാൻ കഴിയുന്നില്ല. ആ ഒരു പ്രയാസമാണ് നബിയെ ഈ കാരണത്തിലേക്ക് എന്നെ എത്തിച്ചത് എന്ന് പറയുമ്പോൾ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന മറുപടി, ഉസ്മാൻ, സൂറത്തുൽ വാഖിയ അവതീർണമായത് എനിക്കാണെങ്കിൽ, ഞാൻ കുടുംബബന്ധം ചേർക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഭാര്യമാരോട് സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ താങ്കളും അതുപോലെ ചെയ്യണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷം പോലും സ്വഹാബത്ത് മാറ്റിവെച്ചു. പരിശുദ്ധ ഖുർആൻ അവതീർണമായപ്പോ സൂറത്തുൽ വാഖിയ നമുക്കൊക്കെ അറിയാം, സ്വർഗ നരകങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി വിവരിക്കുന്ന വചനങ്ങളാണ്. സൂറത്തുൽ ഖിയാമ നമ്മൾ പഠിക്കേണ്ടതാണ്, തഫ്സീർ വായിക്കേണ്ടതാണ്. എത്ര സുന്ദരമായ വചനങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഓരോ സൂറത്തുകളിലും ഉള്ളത്. അത് പഠിക്കുവാനും പാരായണം ചെയ്യുവാനും ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യത്തെക്കുറിച്ച് ആലോചിക്കുവാനും സഹോദരിമാരെ നമുക്ക് സാധ്യമായിട്ടുണ്ടോ? ഈ റമദാൻ പരിശുദ്ധ ഖുർആനിന്റെ മാസമാണല്ലോ. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് മാർഗദർശനമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അത് പഠിക്കണ്ടേ നമ്മൾ, അത് മനസ്സിലാക്കണ്ടേ പ്രിയപ്പെട്ടവരെ നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഅൻസൽനാ ഇലൈക الذിക്ര ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. നിനക്ക് നാം ഉത്ബോധനം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു, ജനങ്ങൾക്കായി അവതരിപ്പിക്കപ്പെട്ടത് നീ അവർക്ക് വിവരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നബിയേ. വലഅല്ലഹും യതഫക്കറൂൻ, അവർ ചിന്തിക്കുവാൻ വേണ്ടിയിട്ടും. പ്രിയപ്പെട്ടവരെ ആലോചിക്കണം. മറ്റൊരു ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വലഖദ് വറബ്നാ ലിന്നാസി ഫീ ഹാദൽ ഖുർആനി മിൻ കുല്ലി മസലിൻ ലഅല്ലഹും യതദക്കറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, തീർച്ചയായും ഈ പരിശുദ്ധ ഖുർആനിൽ ജനങ്ങൾക്ക് വേണ്ടി നാം എല്ലാ വിധത്തിലുള്ള ഉപമകളും നമ്മൾ വിവരിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാ? അവർ ആലോചിച്ച് മനസ്സിലാക്കാൻ വേണ്ടി, ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ പരിശുദ്ധ ഖുർആൻ കൃത്യമായി കൊണ്ട് നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതിനാൽ പ്രിയപ്പെട്ടവരെ, ആ പരിശുദ്ധ ഖുർആൻ പഠിക്കണം. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. അല്ലെ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ള മനുഷ്യൻ ആരാ? ഖുർആൻ പഠിക്കുകയും ആ പരിശുദ്ധ ഖുർആനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചോദിച്ചു പരിശുദ്ധ ഖുർആനിൽ. പടച്ച റബ്ബ് ഒരു ചോദ്യം ചോദിച്ചു, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. നിങ്ങൾ പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങളുടെ ഹൃദയങ്ങൾ എന്താണ് പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? അള്ളാന്റെ ചോദ്യമാണ്. പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതീർണമായ പരിശുദ്ധ ഖുർആൻ, ആ പരിശുദ്ധ ഖുർആൻ പഠിക്കണം നമ്മൾ, അത് മനസ്സിലാക്കണം നമ്മൾ, അതിന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. എത്രയെത്ര അധ്യാപനങ്ങളാണ് ആ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ. പടച്ച റബ്ബിനെ മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അവൻ ഒന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയണേ. ഇങ്ങനെ ഒരുപാട് അധ്യാപനങ്ങൾ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിവരിച്ചു തരുമ്പോൾ ആ പരിശുദ്ധ ഖുർആനിനെ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ടുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. പരിശുദ്ധ റമളാനിനെ അതിനായി കൊണ്ട് വിനിയോഗിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു
ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റബ്ബ് നമ്മളെ വല്ലാതെ അനുഗ്രഹിച്ചത് കൊണ്ട് മാത്രമാണ് ഈ പരിശുദ്ധമായ റമദാനിൽ നമ്മൾ എത്തിപ്പെട്ടത്. അത് നമ്മൾ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. കാരണം നമ്മിൽ നിന്ന് ഒരുപാട് ആളുകൾ വിട പറഞ്ഞു പോയി. ഒരുപാട് ആളുകൾ കഴിഞ്ഞ പരിശുദ്ധമായ റമദാനിൽ നമ്മുടെ കൂടെ തൊട്ടടുത്ത് നമസ്കരിച്ച ആളുകൾ ഇന്ന് ഖബറിലാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറച്ചു മാസങ്ങളും കുറച്ചു ദിവസങ്ങളും കുറച്ചു മണിക്കൂറുകളും കൂടുതൽ നമുക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ ആ പരലോകത്തിന് വേണ്ടി എന്ത് നമ്മൾ മാറ്റിവെച്ചു എന്ന് ഗൗരവത്തോടുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാൻ, ഒരു മനുഷ്യന്റെ ഹൃദയം ശുദ്ധിയാണ് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് എന്ന് പറഞ്ഞാൽ അവൻ ഖുർആൻ പാരായണത്തിൽ അവൻക്കൊരു മതിപ്പ് അഥവാ ഒരു പ്രയാസം അവൻക്ക് വരില്ല എന്നുള്ളതാണ്. അവന്റെ ഹൃദയം ശുദ്ധമാണെങ്കിൽ അയാൾ പരിശുദ്ധ ഖുർആൻ നന്നായിട്ട് ഇങ്ങനെ പാരായണം ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ ആലോചിക്കാം, നമ്മളൊക്കെ നോമ്പുകാരാണ്, പ്രയാസമുണ്ട്, ചെറിയ ചൂടും അതുപോലെ തന്നെ മറ്റുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പരിശുദ്ധ ഖുർആൻ നമ്മളിങ്ങനെ എടുത്തിങ്ങനെ തുറന്നിങ്ങനെ ഓതാൻ നിൽക്കുന്ന സമയത്ത് നമുക്കൊരു മടി, ഒരലസം നമുക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായി നമ്മളെ ഒന്ന് വിചാരണ ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഇമാം ഷാഫി റഹ്മഹുല്ലാ അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന നമുക്ക് കാണുവാൻ കഴിയും, യഖ്തിമു ഫീ ശഹ്രി റമളാന 60 ഖത്മ. റമളാനിൽ 60 ഖത്ം അദ്ദേഹം തീർക്കുമെന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, 60 തവണ പരിശുദ്ധ ഖുർആൻ ഓതി തീർക്കുന്നുണ്ട്. നമ്മള് ഒരു 2 ആയത്ത് ഓതും, പിന്നെ കുറെ വർത്താനം പറയും, പിന്നെ മറ്റുള്ള വിശേഷങ്ങൾ ചോദിക്കും, പിന്നെ ഖുർആനൊന്ന് അടച്ചേക്കും, പിന്നെ നമ്മൾ ഒരു 4 ആയത്ത് ഓതും. ഈ രൂപത്തിലാണ് നമ്മൾ പാരായണം ചെയ്യുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം നമ്മളൊന്ന് ശരിപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെയല്ല. ആ പരിശുദ്ധ ഖുർആൻ ഓതുമ്പോ അത് കൃത്യമായി കൊണ്ട് അതിന്റെ തജ്വീദോടുകൂടി അതിന്റെ മഖ്റജോടുകൂടി അതിന്റെ അർത്ഥതലങ്ങളിലൂടെ പാരായണം ചെയ്യാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അങ്ങനെ ഓതുമ്പോഴേ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമ്മിൽ നിന്ന് സ്വീകരിച്ച് നമുക്ക് പ്രതിഫലം നൽകുള്ളൂ. നമ്മളൊന്ന് ആലോചിക്കുകയാണെങ്കിൽ വർഷങ്ങളോളം ഈ ദുനിയാവിൽ അമലുകൾ ചെയ്ത് നോമ്പെടുത്ത് നിസ്കരിച്ച് സകാത്ത് കൊടുത്ത് സ്വതക്ക കൊടുത്ത് നന്മകളൊക്കെ ചെയ്ത് നാളെ പരലോകത്ത് എത്തി നിൽക്കുമ്പോൾ അല്ലാഹു ഒന്നും സ്വീകരിക്കാത്ത ഒരവസ്ഥ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അതിനും വലിയൊരു നഷ്ടം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടോ? ഇല്ലല്ലോ. അപ്പോ ചെയ്യുന്ന കർമ്മങ്ങളെ ഇഖ്ലാസോടുകൂടി ചെയ്യാൻ നമ്മളെല്ലാവരും നമ്മൾ പ്രത്യേകമായി കൊണ്ട് നമ്മൾ ശ്രമിക്കുക. ജമാഅത്ത് നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു കണിശത നമ്മളൊക്കെ വരുത്തണം. ഇന്ന് നമ്മുടെ നാടുകളിൽ പള്ളികൾ ഏറെയാണ്. എന്നാൽ പള്ളികളിൽ ആളുകൾ നമസ്കാരത്തിന് വരുന്ന വരവുണ്ടോ? അതില്ല. അത് ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ. സാധാരണ പരിശുദ്ധമായ റമദാനിൽ ആളുകൾ പരസ്പരം അങ്ങോട്ടും ചോദിക്കാം, തറാവീഹ് എപ്പോഴാ തുടങ്ങുക, ഖിയാമുൽ ലൈൽ എപ്പോഴാ തുടങ്ങുക എന്നാണ് പരസ്പരം അങ്ങോട്ടും അന്വേഷിക്കാറുള്ളത്. എന്നാൽ നമ്മൾ ആ ഓരോ വക്ത് ജമാഅത്ത് നമസ്കാരത്തിൽ നമ്മൾ പള്ളിയിൽ എത്തിപ്പെടാറുണ്ടോ എന്ന് ഗൗരവത്തോടുകൂടി നമ്മളോട് ചോദിക്കുക. ഒരലസത നമുക്കുണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിനെ കൃത്യമായി കൊണ്ട് പഠിച്ച് മനസ്സിലാക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, 2-3 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഞായറാഴ്ച നമ്മുടെ ഈ പള്ളിയിൽ റമദാൻ വിജ്ഞാന വേദി 5 മണിക്ക് നടക്കുന്നതായിരിക്കും.
നമ്മുടെ പ്രഗത്ഭ പണ്ഡിതൻ ഫദലുൽ ഉമരിയാണ് നമുക്ക് ക്ലാസ് എടുക്കുന്ന. എല്ലാവരും കുടുംബസമേതം നമ്മുടെ പള്ളിയിൽ എത്തിപ്പെടാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ പള്ളിക്ക് നമ്മൾ കൊടുക്കേണ്ടുന്ന വരിസംഖ്യയുടെ സമയമായിട്ടുണ്ട്. എല്ലാവരും ആ ഒരു കാര്യത്തിൽ പ്രത്യേകമായ ഒരു ശ്രദ്ധ നമ്മൾ കാണിക്കുക. പിന്നെ നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചു തന്നെയാണ്, പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന ഇഫ്താർ കിറ്റ് 1000 രൂപയാണ് നമ്മൾ കാണുന്നത്. താല്പര്യമുള്ള ആളുകൾ ഇവിടുത്തെ ഭാരവാഹികളുമായി ബന്ധപ്പെടണം. അതുപോലെ തന്നെ നമ്മൾ ഒരു ദിവസത്തെ നോമ്പ് തുറ 1500 രൂപയാണ്. നമുക്കറിയാം, ഒരു നോമ്പ് തുറ സംഘടിപ്പിച്ച് നോമ്പുകാരനെ നമ്മൾ നോമ്പ് തുറപ്പിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്ന പ്രതിഫലം അല്ലെ. അപ്പൊ ആ ഒരു പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് ഇനി ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ പേര് നമ്മുടെ ഭാരവാഹികളെ അറിയിക്കണം. അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയിൽ നമ്മളൊരു സോളാർ വെക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിൽ എന്താണ് പ്രശ്നം ചോദിച്ചാൽ, ഒരുപാട് പിന്നെ സാമ്പത്തിക പ്രതിസന്ധികളാണ് നമുക്ക് കാണുന്നത്. അപ്പൊ ഇത് ഇവിടുന്ന് പറഞ്ഞാലാണ് നടക്കുള്ളൂ, ഇവിടെ നിന്ന് പറഞ്ഞാലാണ് ആ കാര്യങ്ങൾ നടക്കുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമുക്ക് വരുന്ന സംഖ്യയായിട്ട് അറിയിച്ചത് 2,60,60,000 രൂപയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം, ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഭീമമായ സംഖ്യയാണ്. എന്നാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ